വളാഞ്ചേരി. സീരിയലും വരുന്നുണ്ടല്ലേ സാറ്? ഇപ്പൊ സീരിയലും വരുന്നുണ്ട്. ലൈവിന് മുമ്പ് എങ്ങനെയല്ലേ? ലൈവില് ഭയങ്കര ചിരിയും കളിയാണേ. ഞാൻ നിങ്ങളെ നിയമപരമായ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു. സാറ് നിയമപര കാര്യം പറഞ്ഞത് ഓക്കെ. അപ്പൊ എനിക്ക് വീട് എടുക്കാൻ പറ്റും? ട്രെയിനിൽ എടുക്കാൻ പറ്റുമല്ലോ? എടുക്കരുത്. ഒറ്റ കാര്യം ചോദിക്കാലോ, ട്രെയിനിൽ നമുക്ക് വീട് എടുക്കാൻ പറ്റുമോ? ഞാൻ മൈനറാണ്. പറ്റോ? മറ്റുള്ളവരെ വീഡിയോ സാറിന് റൂൾ അറിയില്ല സാറ്. മറ്റുള്ളവരെ മറ്റുള്ളവർ എടുക്കാം, സാറ് എടുക്കാൻ പറ്റില്ല. എടുക്കാൻ പറ്റുമോ? കുറച്ച് ഫുട്ടേജ് പ്രോപ്പർ ആയിട്ട് അറിയാമെന്നറിയില്ല. ഓക്കെ സാറേ ഞാൻ കാര്യം പറയട്ടെ, എനിക്ക് കണ്ടു എടുക്കാൻ പറ്റുമോ? ഇപ്പഴും ഞാൻ കേട്ടെ സാർ പറയുന്നില്ല, പേടി. കാരണം റൂൾസ് ഇത് നേരത്തെ കളർ മാറുന്ന പോലെയാണ് മനസ്സ് മാറുന്നടാ. അല്ല, സംഭവം വെച്ചാൽ ഇവർക്ക് വിചാരിച്ചത് തുടക്ക സമയത്ത് ഇങ്ങനെ ആയി മാറും വിചാരിച്ചു. വീഡിയോ ഇത് ഫുള്ള് വേറെ കുറച്ചുണ്ട്, അത് ഞാൻ പിന്നെ കുറച്ചും കാണിച്ചു തരാം. ഒരു മിനിറ്റ് നമ്പറിലേക്ക് ആകാം. പറ. ഓക്കെ സാറിന്റെ പേര് ഓക്കെ ഇംഗ്ലീഷ് അറിയില്ല. ശശീന്ദ്രൻ. അല്ല സാറേ, ഇവരോട് നമുക്ക് ഒരു രീതിയിലൊന്നുമില്ല കേട്ടോ. നമുക്ക് ആ TTR അങ്ങനെ പെരുമാറുകൊണ്ട് മാത്രമാണ്. കാരണം നമുക്ക് നമ്മുടെ ഒരു കാര്യം നിങ്ങൾ വേറെ ഒരു രീതിയിൽ ചിന്തിക്കരുത്. കാരണം വെച്ചാൽ അദ്ദേഹം അങ്ങനെ പെരുമാറിയതുകൊണ്ട് മാത്രമേ സാറ് ടീച്ചറിന്റെ തന്നെ നിൽക്കുന്നുണ്ടാണ്. പിന്നെ ഇതായി പോയത്. ഒന്ന് ആലോചിച്ചു സാറ് ഞാൻ പറഞ്ഞ കേട്ടിട്ട് പോലില്ല. ഇല്ലല്ലോ വണ്ടി കയറി പാസഞ്ചറും TTയും. പിന്നെ ഓക്കെ. പിന്നെ എന്തിന്റെ വകയാ സാറ് ഫോം വാങ്ങിച്ചേ? വാങ്ങിച്ചില്ല. ഫോം അല്ല, സാറ് ഫോം വാങ്ങിയില്ലേ? അന്റെ ഫോം വാങ്ങിയില്ലേ? ഫോണ് വാങ്ങിയിട്ടില്ല. വീഡിയോ ഉണ്ട്, ഫോം വാങ്ങി വീഡിയോ ഉണ്ട്. സാറ് ഫോം വാങ്ങി നാടൻ കളിക്കാൻ നിൽക്കണേ. ആ വീഡിയോ ഉണ്ടിലുണ്ട്, ഞാൻ കാണിച്ചു കൊടുത്തോളാം. ഫോം മേടിക്കുന്ന വീഡിയോ. ഫോണ് വാങ്ങിയിട്ടില്ല. എന്താണ് ചെയ്തത്? അഡ്രസ് പ്രൂഫ് കയ്യിലാണ്. എന്റെ പ്രൂഫ് കയ്യിലുള്ളത്. കയ്യിലെ ഒരാള് പാസ്പോർട്ട് എന്റെ ഫോണിന് പാസ്പോർട്ട് സാറിന് കാണിച്ചു. ഇവന്റെ ഫോണേ അറിയാം, വേറെ ഫോൺ. ഇപ്പൊ അവിടെ എന്തൊക്കെയോ ഇതുണ്ട്. ഞാനിപ്പോ അതിന്റെ ഉള്ളിൽ പോയിന്. കാരണം വെച്ചാല് നോർമലി പിന്നെ എന്താ പറയാ, സാധാരണ എല്ലാം നോർമലി ഏതെന്ന് വെച്ചാൽ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി, നിർവഹണത്തെ തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് അതിന്റെ പുറമെ പരാതിന്റെ മുകളിൽ പരാതി. ഇപ്പം വലിയ കുറ്റക്കാരൻ നമ്മളായി. ഇനിയിപ്പോ എഴുതി കഴിഞ്ഞാലേ തിരിയാം എന്തെല്ലാം നമ്മളിലുണ്ട്. കുറച്ച് വീഡിയോ എടുത്തു. പ്രൊസീജിയർ ഇപ്പം നമുക്ക് വക്കീൽ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ അവരിപ്പോ എന്താണ്, റെയിൽവേ ആക്ട് പ്രകാരം നമുക്കെതിരെ ഇപ്പൊ ഇത് ഫയൽ ചെയ്യും ഇവിടെ. അപ്പൊ ഇനിയിപ്പോ എന്തൊക്കെ എഴുതിയത് നമുക്ക് അത് കഴിഞ്ഞാലേ അറിയും. ഇനിയിപ്പോ നമുക്ക് ഇവർ അഡ്രസ് TTR അഡ്രസ് മേടിച്ചിട്ട് നമ്മള് വക്കീലിനടുത്ത് കൊടുത്തിട്ടുണ്ടാക്കും. ഇവർക്കെതിരായിട്ട് നമുക്കെതിരെ സംഭവിച്ച കാര്യങ്ങളും വിത്ത് പ്രൂഫ് അടക്കം നമ്മൾ ഉണ്ടാക്കും, ഇതിനെതിരെ കൊടുക്കും. അതിപ്പോ കഴിയണം. ഉള്ളിലേക്ക് ക്യാമറ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിപ്പോ ഉള്ളിൽ പോവാത്തത്. ക്യാമറ ഇട്ടാൻ പറ്റില്ല, കേസ് എടുക്കും. അതിന്റെ പേരിൽ കേസ് എടുക്കും. അല്ല, വേറൊരു കാര്യമുണ്ട്. നമുക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഫൂട്ടേജ് നമുക്ക് ഇവിടുത്തെ CCTV ഫൂട്ടേജ് കിട്ടും. അത് കിട്ടും. അതൊക്കെ റൂളാണ്, അങ്ങനെ ചെയ്യാൻ പറ്റൂല. പിന്നെ എന്താ പറയാ, ഇനിയിപ്പോ ട്രെയിൻ എപ്പോ എന്നറിയില്ല. ഇപ്പൊ നമ്മൾ അവസാനം നോക്കിയപ്പോ ട്രെയിൻ എപ്പോഴാ? ട്രെയിൻ രാവിലെ ട്രെയിൻ വരുമ്പോ 1:30. ഇത് കാരണം ഒരാവശ്യമില്ല, വെറുതെ ഒരു പ്രശ്നത്തിന്റെ പേരിൽ നമ്മൾ സത്യം പറഞ്ഞാൽ പേടിച്ചിട്ട് വീട് ലൈവ് ഇട്ട് പോയതാ. അപ്പൊ പിന്നെ ഇവരിങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു. പിന്നെ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികം നമുക്ക് ഇത് വരാണ്ടിരിക്കാനോ കേസെടുക്കാനോ നമുക്ക് നിവൃത്തിയില്ല. ഇപ്പൊ നമ്മള് കുടുങ്ങി. കാരണം വെച്ചാൽ ഇപ്പൊ ട്രെയിനിൽ ഇപ്പൊ രാവിലെ പോകേണ്ടത്. അപ്പൊ എന്താ പറഞ്ഞല്ലോ, ക്യാമറ എടുക്കാമല്ലോ. എന്റെ പ്രൂഫ് ഉണ്ടോ, അടിച്ചതിന് പ്രൂഫ് ഉണ്ടോന്ന്. ഞാൻ വീടെടുത്തോട്ടെ. അടിക്കാൻ വന്നു ആ സാറ്, ടീച്ചർ അടിക്കാൻ വന്നു. എനിക്ക് അടിക്കാതെ എന്താ വെച്ചറിയോ, ഫോൺ എടുത്തുവെച്ച് ഫോൺ എടുത്തുവെച്ച് ബാക്കിയുള്ള മേത്ത് തൊടല് കോളേജ് മൂക്കിലെടുത്തെത്തി മൈന പറ. അപ്പൊ നീ ഡ്രഗ് അടിച്ചു ഞങ്ങളെ ചോദിച്ചു പറയാം പ്രൂഫ് ഉണ്ടോ? ഞാൻ പറഞ്ഞു തൊട്ടിലും പ്രൂഫ് ഉണ്ടോ സാറ്. മുട്ടാലോട്ട് അടിക്കാൻ പോകാം. വീട് ഇങ്ങനെ എടുക്കുമ്പോ താഴെ കാണണല്ലോ. അപ്പൊ മുട്ടാലെ കൊണ്ട് ഇങ്ങനെ ആക്കാം ആ സാറ്. ഇത്ര പ്രൂഫ് ഉണ്ടോ? എനിക്ക് മൂപ്പർ തന്നെയാണ് കേസും കൊടുക്കുന്നത്. പിന്നെ വേറെ ടീച്ചറായിട്ട് എന്താ പറയോ, നിങ്ങൾ ടീച്ചറിനെ അടിക്കാൻ വന്ന പേരിൽ കേസ് കൊടുക്കുന്നു. ഫുൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് ഇത്രയും നേരമായിട്ടു. ഇതുവരെ ടീച്ചർ അടിക്കാൻ ഫുട്ടേജുകളുണ്ട്. നമുക്ക് പറ്റത്തില്ലേ? അല്ല, നമുക്ക് ഇവിടെ അഡ്രസ് മാത്രം മേടിക്കാൻ പറഞ്ഞു. നോക്കാം.
ഇല്ല 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 നീ എന്റെ മുഖം എന്റെ മുഖം എന്റെ മുഖം ഇല്ല വന്നല്ലേ സാർ എന്റെ മുഖമുള്ള സാറ് കാണുന്നുണ്ടല്ലോ എന്റെ മുഖമുള്ള എന്തെടുക്കാൻ പറ്റത്തത് എങ്ങനെ എന്തെടുക്കാൻ പറ്റത്തത് എന്തെടുക്കാൻ പറ്റത്തത് ഇതിന്റെ ഉള്ളിലല്ലേ ഉള്ളിൽ ക്യാമറ വരൂല ഉള്ളിലെടുക്കാന്ന് പറഞ്ഞു അതിനാണ് ഞങ്ങൾ 1, 2, 3 ക്യാമറ ഇവിടെ വെച്ചത്. ആ ഓക്കെ ഉള്ളിൽ നമ്മ ഇപ്പൊ ഇടല്ലേ ഇപ്പൊ ഇവിടെ മാത്രമേ എടുക്കുന്നുള്ളൂ ഓക്കെ സാർ ഇപ്പൊ ഈ പരാതി എഴുതി കൊടുത്തിട്ട് നമ്മളിപ്പോ ഇവിടെ എന്താ ചെയ്യാൻ നിൽക്കണം? ഇവിടെ ഓഫീസറുണ്ട്. അത് ചോയ്ക്ക് ജാസി നിനക്ക് അതിപ്പോ ആദ്യം എഴുതി കഴിയട്ടെ. അവിടെ പരാതിന്റെ മേളിൽ പരാതിയും അവസാനം നമ്മൾ വധശ്രമത്തിന് വരെ ശ്രമിച്ചു എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടാവും. ഇപ്പൊ എന്താന്ന് പുള്ളി എഴുതി കഴിഞ്ഞാൽ എന്ത് ഇഷ്ടമുള്ള സാധനം അങ്ങ് എഴുതി കൊടുക്കാം ഞാനും എഴുതി കൊടുക്കാൻ ക്രയൺസ് ഞാൻ പറഞ്ഞില്ല, ഒരാൾക്ക് കൊടുക്കാന്നുണ്ടെങ്കിൽ പല രീതിയിലും ഇതാക്കാം. പക്ഷെ നമ്മളെന്തോ ഭാഗ്യം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ഫൂട്ടേജ് എടുത്തു വെച്ച് ഭാഗ്യം ഡിലീറ്റ് ആക്കിനായ പോലീസ് ഫോം ഡിലീറ്റ് ആക്കിയില്ല. ഇപ്പൊ എന്താ പറഞ്ഞ ഫോൺ വാങ്ങിച്ചില്ല എന്തൊരു കളവാണോ എന്തോ ഓന്താ കളർ പറയാൻ ഇത്ര പെട്ടെന്ന് ഇയാള് എന്താ ആരെ വല്ല കേസ് കൊടുക്കുന്നത് ഈ TTR എന്ന് പറഞ്ഞ സിജിത്ത് എന്ന് പറഞ്ഞ മൂപ്പർ ഇത്രത്തോളം കോംപ്ലിക്കേഷൻ ആവുന്നു പ്രതീക്ഷിച്ചില്ല തുടക്കത്തിൽ. ബർക്കയുടെ മൂപ്പര് നീ അടിച്ചു കാണും പേടിപ്പിച്ചപ്പോ നമ്മൾ പേടിക്കുന്ന അവിടെ മൂപ്പറി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മൂപ്പറതു പെട്ടെന്നാ പിന്നെ അണ്ടി തീർത്തോ ഒരു പ്രശ്നമില്ല ആ മൂപ്പറ് ബർക്കുന്നതാ കയ്യും കാലല്ലോ സാറേ അങ്ങനെ ചോദിക്കാൻ പറ്റുമോ ഒരാളോട് മൈനറായ ഒരാളോട് അങ്ങനെ ചോദിക്കാൻ പറ്റുമോ ഈ ഡ്രഗ്സ് അടിച്ചിനോ നീ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുക്കണോന്ന് അങ്ങനെ ചോദിക്കാൻ പറ്റുമോ ഒന്നുമല്ല. എനിക്ക് ഏറ്റവും വിഷമായി പോയ കാര്യം എന്താ അറിയോ, ഒറ്റ നോട്ടത്തിൽ തന്നെ നമ്മള് മുടി വളർത്തുന്ന ഇതൊക്കെ നമ്മളൊരു പണ്ടേ ആൾക്കാർ എന്താ പറയാ നാട്ടുകാർ പറയുന്ന പോലെ മുടി വളർത്തിയതിന്റെ പേരിൽ ഇങ്ങനെ അങ്ങനെയാണല്ലോ. കണ്ടപാട് പറയാ നിങ്ങൾ ഡ്രഗ്സ് അടിച്ചിനോ ഫുൾ എന്തോ ചെക്ക് ചെയ്യണം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, മെഡിക്കൽ എടുക്കണം. സാറേ ഇനി എന്താ പ്രൊസീജിയർ? സാറേ ഇനി നമ്മളെന്താ ചെയ്യണ്ടേ? ഒരു മിനിറ്റ് വക്കീലെല്ലാം നടക്കുന്നില്ല നടക്കുന്നത് എന്ത് സംഭവം ചൊറിയും ചെയ്തു നമ്മളില്ലല്ലോ ഒരിക്കലും നമുക്ക് ആരും അപമാനപ്പെടുത്തണമെന്നോ ആരും കരിവാരിത്തേക്കണമെന്നോ ഒരു പക്ഷെ നമ്മളെ ഇവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായത്. ഇനിയിപ്പോ 2-3 ചാപ്റ്റർ കേസ് ഉണ്ടാവേ ഇതേപോലെ ഒരു പക്ഷെ പലർക്കും പല സാധാരണക്കാർക്കും ഇതേപോലെ ഇങ്ങനെ വന്നതാ ഇങ്ങനെ ചവിട്ടാൻ വന്നത്. എനിക്ക് വക്കീൽ വിളിക്കുന്നുണ്ട്. ഹലോ വക്കീൽ എന്താ ചെയ്യണ്ടേ? സാർ ഇങ്ങനെ നമ്മൾ ചെയ്യണ്ടേ? ടീച്ചർ വിളിക്കുമ്പോ സാറ് വാ അപ്പൊ അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട സജിത്ത് സാറിന്റെ കൂടെ നമ്മൾ പോവുകയാണ്. സ്റ്റേഷൻ മാസ്റ്റർ സാറേ അടുത്ത പ്രൊസീജിയർ എന്താ വയ്ക്കാൻ പറഞ്ഞേ? അടുത്ത പ്രൊസീജിയർ എന്താ ഇത് എവിടത്തേക്ക് പോകാൻ സാറേ? എവിടത്തേക്ക് പോകുന്നത്? ഇപ്പൊ GRP ഓഫീസർ. അടുത്ത പ്രൊസീജിയർ എന്താ? നമുക്ക് ഇവരെ അഡ്രസ് എങ്ങനെ കിട്ടാം? ചോദിച്ചാൽ കൂടെ കിട്ടും. എവിടെ? കമ്മീഷനിലേ ചോദിച്ചാൽ കിട്ടും. ഹലോ ഉണ്ടാക്കി തരും. ഇവിടെ നമ്മൾ സീരിയസ് ആയിട്ടോ വക്കീല് സംസാരിക്കാൻ പറ്റില്ലേ? ഓ നടന്നോ സാറേ. അല്ല മറ്റേനെ മറുപടി പറഞ്ഞിട്ടില്ല അന്റെ പ്രൂഫ് കയ്യിലുണ്ടോ സാറിന്റെ കയ്യില്? ടീച്ചർ പ്രൂഫ് അത് ആധാർ കാർഡ് കയ്യിലുണ്ടോ? കയ്യിലുണ്ടോ? ഓക്കെ നേരത്തെ വെച്ചപ്പോ ഇല്ലാന്നാ പറഞ്ഞത്. റേഷൻ പടി പോയിട്ട് അണ്ണ വാങ്ങാനാ ആധാർ കാർഡ് പ്രൂഫ് ഉണ്ടോ? നമ്മളെ പ്രൂഫ് ടീച്ചർ മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മുടെ സ്റ്റേഷനിൽ പോയിട്ട് ഇപ്പൊ ചോദിക്കാം. അപ്പൊ പിന്നെ അതിന് മുമ്പ് ഇപ്പൊ നമ്മളിപ്പോ മുണ്ടെടുത്ത് കുറച്ചുണ്ട് ക്യാമറ ആണല്ലേ. GRP ഓഫീസ് തരാമോ? GRP ഓഫീസ് എന്താ? കഫേ ഷോപ്പ് എനിക്കറിയില്ല. പോലീസ് സ്റ്റേഷൻ തന്നെയാ? ഓക്കെ അറിയോ? പോലീസ് സ്റ്റേഷൻ ആയിക്കോട്ടെ. ഓക്കെ ഹലോ സമയത്തിലേടാ എന്താ കോളൊന്നും ലൈവ് കണ്ടിട്ട് ഫാൻസ് എന്താണെന്ന് അതിനെ കൊടുക്കാം. കോളിലാകുന്നല്ല പറയുന്നുണ്ടാ മതി. എനിക്ക് ഫേമസ് ആയിരിക്കും. വേറെ വീട് വേറെ ടോക്കെ എത്തും. ചെയ്യാല നോക്കട്ടെ ചാറ്റ് നോക്കട്ടെ. ചാറ്റൊക്കെ ഇതെന്താ ലൈവാ? കയ്യിലെ
അമ്മ എന്നോട് കൺട്രോൾ ചെയ്യാൻ പറയുന്നല്ലേ. ഞാൻ പറഞ്ഞിട്ട് അതില് നമ്പർ കാണിക്കണം. ഹലോ ജാസി എന്നാ ഇങ്ങ് തന്നു മമ്മോ വീടെടുത്തോ. അവിടെ ഓടേനെ വരല്ലോ. ജാസി അഞ്ചു പിടിക്കോ വേണത്തിൽ കൈ അവിടെ ലൈനിൽ ഫോൺ നമ്മളിപ്പോ മുനു എടുക്കണം. നമ്മളിപ്പോ ആ പറ. ഇപ്പൊ നമ്മൾ പോണെന്ന് വെച്ചാൽ GRP ഓഫീസ് എന്ന് പറഞ്ഞ ഒരു ഓഫീസിലേക്കാ വന്നെ. മോനെ അല്ല ഇപ്പം കൈ കാണിക്കുന്ന സമയല്ലടാ നമ്മളെ പോലീസ് ഒന്ന് സ്റ്റേഷനിൽ പോയിട്ട് ഓക്കെ. ആ പറ. അപ്പൊ ഇപ്പൊ നമ്മളെന്താ GRP ഓഫീസ് ഷൊർണൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് ഇവിടെയാ പോലും TTR പരമായ കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ ഇവർ ഇങ്ങോട്ട് കേസ് കൊടുക്കുന്ന പറഞ്ഞത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം വെച്ചാൽ നമുക്ക് എന്താ ഇവരെ ഓഫീസ് നമ്മൾ ഇവിടെ ഇപ്പൊ ചോദിച്ചു ഇവരെ അഡ്രസ്സ് തരാൻ വേണ്ടിട്ട്. ഓക്കേടാ ഇവരെ അഡ്രസ്സ് തരാൻ വേണ്ടി ചോദിച്ചു. അപ്പൊ ഇവർ അഡ്രസ്സ് തരാൻ കൂട്ടാക്കുന്നില്ല. അപ്പൊ TTR അഡ്രസ്സ്. അപ്പൊ അതുകൊണ്ട് ഇനി സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ ചോദിക്കും ഏതാ പറയുക TTR അഡ്രസ്സ് കാര്യങ്ങൾ കേസ് ഫയൽ ചെയ്യേണ്ടിട്ട്. അപ്പൊ അത് തരുമോ ഇല്ലയോ നോക്കും. ഫോൺ ഇതാരെ ഫോണാ? ഇനി ബാക്കി ഇവിടുത്തെ പ്രൊസീജിയർ നോക്കാം. ഫോൺ ഇത് പിടി പറ്റില്ല. ഇങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഉള്ളിൽ പോയി നോക്കട്ടെ എന്താ പ്രൊസീജിയർ എന്ന് ബാക്കി പറയാം. നീ ലൈവ് കട്ട് ചെയ്തിട്ടാണോ? ആ മുനു വീഡിയോ എടുക്കരുത്. സാറേ ഒരു മിനിറ്റ്. അങ്ങനെ നടക്ക് അങ്ങനെ നടക്ക് അങ്ങനെ ബുദ്ധിമുട്ടില്ല. ഞാൻ നടക്ക് അവിടെ നടക്കേ സാറേ നോക്ക് നടക്ക്. ആൾക്കാർ കാണും. അല്ല ഇവൻ പുറത്തുനിന്നോട് സാറേ ഞാൻ വിളിക്കണ്ടോ? ഞാൻ കയറിക്കോളൂ. 5000-ന് മുകളിൽ ആൾക്കാർ കാണുന്നതാണ്. അപ്പൊ അതുകൊണ്ടാ പറഞ്ഞത് നമ്മളൊന്നും ഇതാക്കരുത്. ഇപ്പൊ ടീച്ചറിന്റെ മാത്രം പ്രൊസീജിയർ എന്താ പറയണ്ടേ? എല്ലാ കാര്യം പറയാം. ഞാൻ പറയാം എന്താ സംഭവം എന്ന് വെച്ചാല് മുനു എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കാം. ഹലോ ഓക്കെ ഞാൻ സംസാരിച്ചോളൂ. സാറേ എന്താ സംഭവം? ഇല്ല ഞാൻ കട്ട് ചെയ്തു. ഫോൺ കട്ട് ഓക്കെ അല്ല പോക്കറ്റിലിട്. നമ്മളിപ്പല്ലേ ഓൾമോസ്റ്റ് സാറിനാ ഇവന്റെ വീഡിയോ എടുക്കുന്നത്. പോക്കറ്റിലിട്. സാറേ അങ്ങനെയല്ല കട്ട് ചെയ്യുന്നത്. കാര്യം പറ. ആൾക്കാർ കാണുന്നുണ്ട്. ഒരു മിനിറ്റ്. ലൈവ് ആര് കാണുന്നുണ്ടെങ്കിൽ ലൈവ് ഓൺ ആക്കി ഇവിടെ പോക്കറ്റിലിട്. നീ മുനോ ലൈവ് മുനോ ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് സാറേ ഞാനിപ്പോ ഒരു ഞാൻ കട്ട് ചെയ്തു 5 പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തു. അങ്ങനെ ആയിട്ട് കാര്യമില്ല. നീ എന്റെ മുഖം പിടിച്ചു. ക്യാമറയിൽ നീ സംഭവം എന്റെ മുഖത്ത് പിടിച്ച എന്തിനാ പോലീസുകാരെ പറയുന്നത്. ആദ്യം ഫോൺ താഴേക്കോ. ഞാൻ എന്നെ കാണിച്ചോളാം. ഞാൻ ഇടുന്നോളാം. സാറേ എനിക്ക് പേടി. എന്നെ നേരത്തെ അടിക്കാൻ പോന്നെ ടീച്ചർ അടിക്കാൻ പോന്നെ. ഞാനിപ്പോ നീ ഇവിടെ വന്നില്ലേ? ഓക്കെ സാറേ നേരത്തെയും പോലീസെല്ലാം ഉണ്ടായിന്. അടിച്ചെല്ലാം റെയിൽവേ തന്നെയുള്ളത്. പക്ഷെ വീഡിയോ എടുക്കരുത്, ഒരു കാരണവശാലും എടുക്കരുത്. ഭയങ്കര പ്രശ്നമാണെന്ന് പറയുന്നത്. എന്താ ചെയ്യേണ്ടത്? സേഫ്റ്റി കണ്ട് എടുക്കാൻ പറ്റൂല സാറേ. എന്താ നീ സ്റ്റേഷനിൽ വന്നല്ലോ? അല്ല അടിച്ചതിന് ശേഷം എനിക്ക് പ്രൂഫ് ഉണ്ടോ? വന്നില്ലേ? എവിടെ വന്നില്ലേ? ഓക്കെ എവിടെ പ്രിന്റ് എടുത്ത് കൊടുക്കേണ്ട പരാതി? നമുക്ക് പൈസ കൊടുക്കണ്ടേ? പൈസ കൊടുക്കണ്ടല്ലേ? പിന്നെ അല്ല വീഡിയോ എടുത്തോട്ടാ. എടുക്കുന്നുണ്ട്. ഓക്കെ എന്നൊക്കെ ഒരു മിനിറ്റ് വാട്സപ്പിൽ ഈ മമ്മൂന്റെ വാട്സപ്പിൽ അയച്ചോ ആ PDF ഞാൻ കൊടുത്തോളൂ. സാർ സംഭവിച്ച ചില കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ഇപ്പൊ എനിക്കൊരു PDF അയച്ചു തരും. മുനു എന്തിനാ വിളിക്കുന്നത്? ഓഫ് ചെയ്യാൻ പറ്റുമോ? സാറേ ഞാൻ അങ്ങനെയല്ല. നിന്റെ ഇഷ്ടത്തിന് ലൈവ് ചെയ്യാൻ പറ്റില്ല. പോക്കറ്റിലേക്ക് കാര്യം പറയണം. വെറുതെ വന്നിട്ട് വീഡിയോ അനാവശ്യമായിട്ട് വീഡിയോ എടുക്കല്. പോക്കറ്റിലിടുന്നത് എന്താ കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നത്. ഈ പറഞ്ഞ വീഡിയോ എടുക്കണേ അതൊന്നും ഇവിടെ അതൊക്കെ പിന്നീടുള്ള കാര്യമാണ്. എന്താ പ്രശ്നം തീർക്കാനുള്ള വഴി നോക്കണം. അത് ചെയ്യണം. ഈ വെറുതെ അവിടെ വെച്ച് ഇവിടെ വെച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല.
ഇത് ചെയ്താൽ നിങ്ങൾ ഒരു തെറ്റ് ചെയ്ത് വെച്ചാൽ അത് തെറ്റ് തന്നെയാണ്. ടീച്ചർ പോക്കാ നമുക്കൊരു കേസ് വെക്കാണ്ട് നിങ്ങളുടെ പേരില് പോല്ല നീ എന്താ ചെയ്യുന്നു?